കൊല്ലം നിലമേലിൽ സ്കൂൾ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് വിദ്യാജ്യോതി സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേർന്നു. ഷമീർ, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? കുട്ടികൾക്ക് എത്രത്തോളമാണ് പരിക്കേറ്റിട്ടുള്ളത്? എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് സംഗീത ഈ അപകടം ഉണ്ടായത്. ആദ്യം തന്നെ പറയാം, ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള കുട്ടികൾക്കൊക്കെ നിസ്സാരമായ പരിക്കുകൾ മാത്രമാണുള്ളത്. ഈ കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് വിദ്യാജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാപ്പാല കിളിമാനൂർ തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളാണ്. ഈ സ്കൂളിൽ ഇന്ന് ഉച്ചവരെ മാത്രമായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം കൊല്ലത്തെ കുട്ടികളെ ഇറക്കാൻ വേണ്ടി വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ഈ അപകടം. നിലമേൽ വൈക്കൽ മാറാൻകുഴി വട്ടപ്പാറ റോഡിൽ ഈ വാഹനം അപകടത്തിൽപ്പെട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ഒരു വലിയ കയറ്റം കയറി വാഹനം വരുമ്പോൾ തൊട്ടെതിർ സൈഡിൽ നിന്നൊരു വാഹനം ഏതാണ്ട് വലിയ സ്പീഡിൽ ഇറങ്ങി വരികയും ആ വാഹനത്തിന് സൈഡ് നൽകവെയാണ് ഈ റബ്ബർ കാട്ടിലേക്ക് വലിയ താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞത്. കുട്ടികളെ നാട്ടുകാർ വളരെ വേഗത്തിൽ തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ മാത്രമാണ് നിലവിലുള്ളത് എന്നാണ് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എല്ലാ കുട്ടികളും സുരക്ഷിതരായിരിക്കുന്നു എന്ന് വേണം ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ. കുട്ടികളെ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. മുറിവുകളെല്ലാം തന്നെ നിസ്സാരമായുള്ളതാണ്. സംഗീത. ഷമീർ, ഈ അപകടം എപ്പോഴായിരുന്നു? ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട ശേഷം ഉള്ള സംഭവമായിരുന്നു? എങ്ങനെയാണ് ഈ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? ഉടൻ തന്നെ കുട്ടികളെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റാനൊക്കെ സാധിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഈ അപകടം ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ അപകടം നടന്നത്. ഇപ്പോഴാണ് അത് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഈ സ്കൂൾ ബസ് ഉച്ചയ്ക്ക് ഏതാണ്ട് 12:30 സ്കൂളിൽ നിന്ന് പുറപ്പെടുന്നു. ഇതിനുശേഷം കൊല്ലത്തെ നിലമേൽ, അതായത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി ഭാഗമാണ് നിലമേൽ, അതുപോലെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ. അവിടെ ഈ കുട്ടികളെ ഇറക്കിയ ശേഷം കുറച്ച് അവശേഷിക്കുന്ന 20-ൽ താഴെ കുട്ടികൾ മാത്രമാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ കുട്ടികൾ ഇറക്കിയ ശേഷം തിരിച്ച് സർവീസ് അവസാനിപ്പിച്ച് പോകാൻ വരവെയാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. എന്തായാലും കുട്ടികളെല്ലാം സുരക്ഷിതരായിരിക്കുന്നു. സംഗീത. തീർച്ചയായും ഷമീർ, എന്താണെങ്കിലും ആശ്വാസകരമായ കാര്യമാണ്. അപകടം ഉണ്ടായെങ്കിലും അതിൽ കുട്ടികളെല്ലാവരും സുരക്ഷിതരായി നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.